എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ആമുഖമൊന്നുമില്ല. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അർജുൻ്റെ വിഷയം തന്നെയാണ്. നമ്മൾ രാവിലെ മുതൽ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും ഈ വിഷയത്തെ പറ്റിയിട്ട് നമ്മൾക്ക് ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം ധാരണ ഉണ്ടാകേണ്ടത് എന്തിനെ പറ്റിയാണെന്നറിയാമോ? ഈ അപകടം നടന്ന സ്ഥലത്തെക്കുറിച്ചിട്ട്. സാധാരണ ഇതിലൊരു അപകടം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ സ്ഥലം പോയി കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇനി പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് പോയി കണ്ടാൽ പോലും മനസ്സിലാകത്തില്ല. കാരണം മണ്ണിടിച്ചിലിന് മുമ്പ് എങ്ങനെയാണോ അതുമായിട്ടൊരു ബന്ധം പോലും ഉണ്ടാകത്തില്ല. അവിടെയുള്ള മരങ്ങൾ, ചെടികൾ, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, പോസ്റ്റുകൾ ഒന്നും തന്നെ അവിടെ കാണത്തില്ലല്ലേ. അവിടെ വെറും ഒരു നിരപ്പായി കിടക്കുന്നത് കാണാം. പക്ഷേ ഇന്ന് ഈ സ്ഥലത്തെ പറ്റിയിട്ട് എനിക്കും ആദ്യം പെട്ടെന്ന് ധാരണയില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കണ്ടെത്താൻ പറ്റുകയും ഇന്ന് ഗൂഗിൾ മാപ്പിൽ സ്ട്രീറ്റ് വ്യൂ ഉണ്ട്, ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഉണ്ട്. അതിൻ്റെ സഹായത്തോടെ നമുക്ക് ആദ്യം അർജുൻ സഞ്ചരിച്ച വഴിയെ നമുക്ക് സഞ്ചരിക്കാം. അർജുൻ എവിടെയാണ് ലോറി പാർക്ക് ചെയ്തിരുന്നത്, അതിൻ്റെ സൈഡിലുള്ള മല എല്ലാം നമുക്ക് ഗൂഗിൾ മാപ്പിൽ വ്യക്തമായിട്ട് കാണാം. ഈ സൈഡിൽ കാണുന്ന വീഡിയോ ശ്രദ്ധിക്കുക. ഇവിടെ മുകളിലും താഴെയുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. താഴത്തതിൽ ജസ്റ്റ് മാപ്പ് വ്യൂ ആണ്, മുകളിലാണ് ആ ഒരു സ്ട്രീറ്റ് വ്യൂ. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു വണ്ടിയിൽ പോകുന്നത് അപ്പോൾ കാണുന്ന കാഴ്ചകളാണ്. താഴത്തെ മാപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ആ മാപ്പ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ വലത്ത് വശത്ത്, അതായത് നമ്മൾ പോകുന്ന ഡയറക്ഷനിൽ റോഡിൻ്റെ വലത്ത് വശത്ത് വലിയൊരു പുഴയാണ്, ഗംഗാവരി പുഴയാണ് അവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വഴിക്കാണ് അർജുൻ സഞ്ചരിച്ചത്. ഈ ഒരു മുമ്പോട്ട് നമ്മൾ ഇവിടെ എങ്ങനെയാണോ നീങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ് അർജുൻ നീങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു ഇടത്തെ വശത്തുള്ള റോഡിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം വരെ സിംഗിളായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകോട്ട് കാണാൻ പറ്റും. ഈ ഒരു റോഡ് കണ്ടോ, ഇവിടെ ഈ ഒരു റോഡിൻ്റെ പണി അങ്ങനെ മല കട്ട് ചെയ്ത് വരികയാണ്. ഈ ഒരു മലയാണ് വില്ലനായി മാറിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇവിടെ ഒരു 11 kV ലൈൻ കാണാം. ആ ലൈൻ വരെ ഇടിച്ച്, ആ മണ്ണിടിഞ്ഞ് കിടക്കുന്ന ഭാഗത്ത് ആ ലൈൻ വരെ ഇടിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തായാലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് ലോറികൾ കിടക്കുന്ന കാണാം അല്ലേ. ഈ ലോറികൾ കിടക്കുന്ന അതേ സ്പോട്ടിൽ തന്നെയാണ് അർജുൻ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടില്ലേ? അതാണ് ഗൂഗിളിൻ്റെ സഹായത്തോടെ നമുക്ക് പെട്ടെന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാതെ നമ്മൾ ഇത് എവിടെയാണ് നടന്നത് അവിടെ പോയി കണ്ടാൽ പോലും മനസ്സിലാകില്ല. കാരണം മൊത്തം മണ്ണിടിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോകും തോറും ഇവിടെ 3 ലോറികൾ ഇതുപോലെ ഒതുക്കിയിട്ടുണ്ടല്ലേ. എന്തിനാണ് ലോറികൾ ഇവിടെ ഒതുക്കുന്നത്? 3 കാര്യം. ഒന്നാമത്തത് അവർ വിശ്രമിക്കാനാണ്. ഇവിടെ ലോറി പാർക്ക് ചെയ്തിട്ട് അതിൽ കിടന്നുറങ്ങാറുണ്ട്. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ ഗംഗാവരി പുഴയാണ്. അപ്പോൾ അവർ കുളിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുഴ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു പടവുണ്ട്, അത് ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല ഇവിടെ ഈ ലോറി പാർക്ക് ചെയ്തിരിക്കുന്ന കാണാമല്ലോ. ഈ ലോറിയുടെ ഓപ്പോസിറ്റ് നേരെ എന്താണെന്ന് നോക്കിയേ, അപ്പുറത്തൊരു ടാങ്കർ ലോറി കിടക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ വീട് പോലത്തെ ഒരു നിർമ്മിതി കാണാനില്ല. ആ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഗംഗാവരി പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് വീടുമാണ്, അതേപോലെ തന്നെ അതൊരു ചായക്കടയുമാണ്, ഒരു ചെറിയൊരു ധാബയാണ്. 5 പേരാണ് കുടുംബത്തിലുണ്ടായിരുന്നത്. ഈ 5 പേരും ചേർന്നാണ് ആ ഒരു ചെറിയ ചായക്കട നടത്തുന്നത്. അപ്പോൾ ലോറിക്കാരൊക്കെ ഇവിടെ വണ്ടി ഒതുക്കുന്നതുകൊണ്ട് അവർക്ക് എപ്പോഴും കച്ചവടം കിട്ടും. ചെറിയ ഭക്ഷണവും ചായയും ഒക്കെ ഉണ്ടാവും. ലോറിക്കാർക്കും അവിടെ കുളിച്ച് ചായയും ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ലോറികൾ കിടക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ ദൂരത്തേക്ക് മാറ്റിയിട്ട് വിഷ്വൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ 3 ലോറികൾ കിടക്കുന്ന കണ്ടോ. ഈ ഒരു സ്പോട്ടിൽ തന്നെയാണ് കൃത്യമായിട്ട് അർജുൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുകളിലേക്ക് നോക്കുവാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് പൂഴിമണ്ണ് പോലുള്ള മല കാണാല്ലേ. അതായത് ആ മല കട്ട് ചെയ്താണ് ഇവിടെ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ മലയാണ് നിലവിൽ ഇടിഞ്ഞു പോന്നിട്ടുള്ളത്. ഇനി വ്യക്തമായിട്ട് കേട്ടുകൊള്ളുക, മണ്ണിടിച്ചിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ലോറികൾ നിരനിരയായി കിടപ്പുണ്ട്. ലോറിയുടെ ഇടത്ത് വശത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഇടത്ത് വശത്തായിട്ട് ആ മലയുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശത്താണ് മറ്റേ ചായക്കടയും തൊട്ട് പുറകിലായിട്ടുള്ള ഒരു പുഴ. അതായത് ഈ ഒരു ചായക്കടയുടെ അല്ലെങ്കിൽ ആ വീടിൻ്റെ തൊട്ട് പുറകിൽ പുഴയാണ്. നിങ്ങൾക്ക് കാണാം അവിടെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് കാണാം, അവിടെ പുഴയാണ് വരുന്നത് അല്ലേ. ഈ ഒരു ഇടത്ത് വശത്ത് കാണുന്ന മലയില്ലേ, അത് അപ്പാടെ ഇങ്ങോട്ട് ഇടിഞ്ഞു പോരുകയാണ്. നമുക്ക് കാണുമ്പോൾ തോന്നും ചെറിയ മലയാണ്. നല്ല 60,000 ടണ്ണോളം വരുന്ന കല്ലും മണ്ണൊക്കെ ആയിരുന്നു അതിൽ നിന്ന് ഇടിഞ്ഞു പോന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പവർ എത്രയാണെന്നറിയാം. നമ്മളോർക്കും ചെറിയ പവറാണെന്നല്ല, ഇതുപോലുള്ള, അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ലോറികൾ കിടന്നിട്ടുണ്ടായിരുന്നത്. 3 ടാങ്കർ ലോറിയും ഒരു നോർമൽ ലോറി, നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ഒരു ലോറിയായിരുന്നു. ആ ഒരു ലോറിയിലായിരുന്നു നമ്മുടെ അർജുൻ ഉണ്ടായിരുന്നത്. മറ്റൊരു ടാങ്കർ ലോറിയെ എടുത്ത് പുഴയിലാണ് കൊണ്ടിട്ട്, അതായത് ഈ ഇടത്തെ വശത്തെ റോഡും കഴിഞ്ഞ് വലത്തെ വശത്തെ റോഡും കഴിഞ്ഞ് ഈ ഒരു നമ്മളുടെ ചായക്കടയിലേക്ക് ഇത്രയും സ്പേസ് ഉണ്ട്. ചായക്കടയും പൊളിച്ച് ആ ലോറി അടക്കം അത് പുഴയെ കൊണ്ടിട്ടു. പാചകവാതകം വരെ ചോർന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന്. അതായത് ഈ സൈഡിൽ കാണുന്ന മലയുണ്ടല്ലോ, അത് ഏകദേശം 300ഓളം മീറ്ററിൽ, അതായത് ഈ ഒരു ലോറിയുടെ ദൂരം തൊട്ട് അങ്ങറ്റം വരെ എടുക്കുക, അങ്ങറ്റം വരെയുള്ള പ്രദേശത്ത് അത്രയും സ്പേസ്, ഇത്രയും നീളത്തിൽ അത് ഇടിഞ്ഞു വീണത് ഈ റോഡിൻ്റെ 2 വശങ്ങളുണ്ടല്ലോ. ആ റോഡിന് ഏകദേശം ഒരു 25 അടിയെങ്കിലും വരത്തില്ല. അതാണൊരു സ്റ്റാൻഡേർഡ് കണക്കല്ലേ. ആ 2 റോഡുകളെയും അപ്പാടെ കവർ ചെയ്ത്, 2 റോഡുകളെയും പൂർണ്ണമായിട്ടും കവർ ചെയ്ത് 300 മീറ്ററോളം നീളത്തിൽ ഇത് വന്ന് കിടക്കുകയാണ്.
അത് അവിടെ കൊണ്ടാണ് തീർന്നത്. ആ രണ്ടാമത്തെ റോഡ് എത്തിയപ്പോൾ തീർന്ന ഇല്ല, പുഴയിലേക്കും പോയി ഇടിഞ്ഞ്. അപ്പോൾ അത്രയും വലിയൊരു മണ്ണിടിച്ചിലായിരുന്നു അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ടാങ്കർ ലോറിയെ പുഴയെ കൊണ്ടിട്ടു. അത്രയും പവർഫുൾ, അത്രയും ശേഷിയുള്ളൊരു മണ്ണിടിച്ചിലായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അപകടം നടന്ന സ്ഥലത്തെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഗൂഗിൾ മാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി. കാരണം ഇപ്പോൾ വരുന്ന വിഷ്വലാണ് നമ്മൾ കാണുന്നതെങ്കിൽ മനസ്സിലാകില്ല, നമുക്ക് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. കാരണം മണ്ണിടിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. ആ രണ്ട് റോഡുകളും അപ്പാടെ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ അങ്ങോട്ട് പോകുവാണെങ്കിൽ, അതായത് നമ്മൾ കേരള ഭാഗത്തെ ലക്ഷ്യമാക്കി നീങ്ങുവാണെങ്കിൽ ഇടത്ത് വശത്താണ് മലയുള്ളത്. ഇടത്ത് വശത്താണ് അർജുൻ വണ്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നത്. വലത്ത് വശത്ത്, അതായത് രണ്ട് റോഡാണല്ലോ, നറുക്ക് ഡിവൈഡർ വലത്ത് വശത്താണ് ആ ഒരു ദാബ് വരുന്നത്. ആ ഒരു ദാബയടക്കം തൂത്തെറിഞ്ഞുകൊണ്ട് ആ ഒരു പൂഴി ഇങ്ങനെ റോഡ് മൊത്തം, അതായത് ഏകദേശം 300 മീറ്റർ നീളത്തിൽ രണ്ട് റോഡുകളും കവർ ചെയ്ത് ആ ഒരു പുഴയിലേക്കും കുറേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു മണ്ണിടിച്ചിൽ എത്ര പേരാണ് അപകടത്തിൽപ്പെട്ടത്? 10 പേരാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ ചായക്കട നടത്തുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബം ആ ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ആ ഒരു ഹോട്ടൽ സെറ്റപ്പിൽ ചെറിയൊരു ചായക്കട സെറ്റപ്പ് അവർ നടത്തുന്നത് അല്ലേ. ഈ കുടുംബത്തിലെ 5 പേരും, അച്ഛൻ, അമ്മ, 2 മക്കൾ, അമ്മുമ്മ, ഇവരായിരുന്നു 5 പേര്. കൃത്യമായിട്ട് ഞാൻ റിപ്പോർട്ട് വായിക്കാം. ഷിരൂരിലെ ഹോട്ടൽ കഴിഞ്ഞിരുന്ന ഹോട്ടൽ ഉടമയായിട്ടുള്ള ലക്ഷ്മൺ നായിക്, ഭാര്യ ശാന്തി നായിക്, മകൻ റോഷൻ എന്നിവരുടെ മൃതദേഹങ്ങൾ സംഭവ ദിവസം തന്നെ ഗംഗാവലി നദിയുടെ തീരത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അതായത് ഇവരാ തൊട്ടുപുറകിൽ പുഴയാണല്ലോ, ആ ഒരു ഗംഗാവലി നദിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് ഈ മണ്ണ് അടിച്ചു വന്നവരെ കൊണ്ടുപോവുകയായിരുന്നു. 3 പേരുടെ മൃതദേഹങ്ങളായിരുന്നു ആദ്യം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ലക്ഷ്മൺ നായിക്കിൻ്റെ മകളാണ് 6 വയസ്സും മാത്രം പ്രായമുള്ള അവന്തികയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് വ്യാഴാഴ്ചയാണ്. പിന്നീട് അമ്മുമ്മയുടെ മൃതദേഹമാണ്. പക്ഷേ അത് ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലിൻ്റെ ഭാഗം മാത്രം മറ്റൊരു പ്രദേശത്ത് നിന്ന് ഒഴുകിപ്പോയതാണെന്നാണ് നിഗമനം. കൃത്യമായി പറയുവാണെങ്കിൽ അഗോളയിലെ ബലംപാറ ബീച്ചിന് സമീപം 2 കാലുകൾ മാത്രമുള്ള മൃതദേഹം കണ്ടെത്തി. ആ ഒരു അമ്മുമ്മയുടെ ആയിരുന്നു. ബാക്കി കല്ല് വന്ന് ഇടിച്ചുകൊണ്ടാകാം ആ ബോഡി സ്പ്ലിറ്റ് ചെയ്ത് 2ആയിട്ട് പോവുകയാണ്. മറ്റ് 5 പേര് കൂടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലേ. ഈ 5 പേരാരാ നോക്കുവാണെങ്കിൽ, ഞാൻ പറഞ്ഞ അപകടം നടക്കുന്ന സമയത്ത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 3 ടാങ്കർ ലോറിയും അർജുൻ്റെ ഭാരത് ബെൻസ് ലോറിയാണ്. ഭാരത് ബെൻസ് 3523 എന്ന് പറയുന്ന മോഡലാണ്. നമ്മളൊക്കെ സ്ഥിരം കാണുന്ന ഒരു വെള്ള വണ്ടിയില്ലേ, അതാണ് ആ ഒരു സാധനം. ഈ 4 ലോറികളിലായിട്ട് 5 പേരുണ്ടായിരുന്നു. അർജുൻ്റെ വണ്ടിയിൽ അർജുൻ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. വേറെ ക്ലീനറോ വേറെ ഹെൽപ്പറോ ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അർജുൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 4 പേര്, ഇതിൽ 2 പേരുടെ മൃതദേഹമാണ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും ഓരോ ടാങ്കർ ലോറിയുടെ ഡ്രൈവർമാരായിരുന്നു. തമിഴ്നാട് നാമക്കൽ സ്വദേശിയായിട്ടുള്ള ചിന്നൻ 56 വയസ്സ്, തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള മുരുകൻ 46 വയസ്സ്. ഇവരെ 2 പേരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് മരണപ്പെട്ട അവസ്ഥയിൽ മൃതദേഹമായിട്ട് തന്നെയാണ്. അങ്ങനെ മൊത്തം കൂടെ 7 പേരെ റിക്കവർ ചെയ്തത് ബോഡീസായിട്ടാണ്. ഈ ഒരു 10 പേര് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ബാക്കി 3 പേര് കൂടെ അവിടെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരാളാണ് നമ്മുടെ അർജുൻ. ഇനി നമുക്ക് അർജുൻ്റെ കാര്യത്തിലേക്ക് വരാം. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായിട്ടുള്ള 30 വയസ്സുകാരനാണ് അർജുൻ. നമുക്കറിയാവുന്ന പോലെ ഒരു ഡ്രൈവറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ കർണാടകയിലുള്ള രാമഗിരി, അതായത് ഗോവ ബോർഡറാണ്, കർണാടക ഗോവ ബോർഡറിൻ്റെയൊക്കെ സൈഡിലാണ് ഈ സ്ഥലം വരുന്നത്. അവിടം വരെ ഇവിടുന്ന് ലോറി എടുത്ത് പോകാറുണ്ട്. എന്തിനാണ് ആ ഒരു സർവീസ് എടുത്ത് നോക്കുവാണെങ്കിൽ തടിയുടെ ഏർപ്പാടാണ്. അവിടുന്ന് തടി കൊണ്ടുവരികയും ഇവിടുന്ന് തടി അങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ബേസിക്കലി തടിയുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഈ ലോങ് റൂട്ട് പോകാറുള്ളത്. ഇപ്പോൾ പോയിട്ടുള്ള ട്രിപ്പ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജൂലൈ 8-ാം തീയതിയാണ്. അങ്ങനെ അദ്ദേഹം കർണാടകയിലുള്ള രാമഗിരിയിലെത്തി തടിയൊക്കെ കയറ്റി തിരികെ കേരളത്തിലേക്ക് വരുന്ന വഴിക്കാണ് ഈ അപകടം സംഭവിക്കുന്നത്. തിരികെ വരുന്ന വഴിക്കാണ് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ട സ്ഥലമുള്ളത്, ഇടത്ത് വശത്ത് ഒതുക്കാൻ പറ്റുന്നത്. അങ്ങനെ അവിടെ ഒതുക്കിയിട്ട് അദ്ദേഹം ഒരുപക്ഷെ അതിൽ കിടന്ന് ഉറങ്ങിയതാകാം. മെയിൻലി നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം അതിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്നാണ്. അങ്ങനെ ഉറങ്ങണമെന്നാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഒപ്പം നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കറിയാമല്ലോ എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരിക്കണം എന്നാണ് വിചാരിക്കുന്നത്. കാരണം അതിൻ്റെ അകത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ സർവൈവൽ പാടാണ്. മണ്ണിനടിയിൽ ഒരാൾക്ക് വെറുതെ സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരിക്കലും, അല്ലേ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് വിശ്രമിച്ചിട്ടുണ്ടാകാം ഒരു പക്ഷേ അവിടെ വെച്ചിട്ട്. അപ്പോൾ അവിടെ വിശ്രമിച്ചിരിക്കുന്ന വഴി അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ഈ ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ടാകുക. ഈ ഒരു സംഭവം നടക്കുന്നത് 16-ാം തീയതി രാവിലെ 8:30-9 മണി ആ ഒരു സമയത്താണ്. നമ്മളൊക്കെ മിക്കവരും ഉറക്കം എഴുന്നേക്കുന്ന ഒരു സമയം കൂടിയാണ്. ഞാനൊക്കെ ആ ഒരു സമയത്താണ് എഴുന്നേക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോഴാണ് ഈ ഒരു സംഭവത്തിൻ്റെ തീവ്രത മനസ്സിലാക്കുന്നത്. ഇതിൽ മലയാളി അടക്കം മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട്. 3 ജീവനുകൾ അതിൻ്റെ അടിയിൽ ഉണ്ടായേക്കാം. എന്നിട്ട് പോലും ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടൊരു തെരച്ചിലൊന്നും വന്നിട്ടില്ല. അതിനെപ്പറ്റി നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. കാരണം ഇപ്പോൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട, അവരെ വിമർശിക്കേണ്ട സമയമല്ല. നമുക്ക് രക്ഷാപ്രവർത്തനം മുമ്പോട്ട് വേണം, ലോറി കണ്ടെത്തണം, അർജുൻ എന്ത് പറ്റിയെന്ന് നമുക്കറിയണം. ഇതാണ് നമുക്ക് വേണ്ടത്. അവരുടെ വീഴ്ചകളെ പറ്റി പറയുവാണെങ്കിൽ കുറേ ഉണ്ട്. അതൊന്നും നമ്മുടെ മാറ്റർ അതല്ല. എന്തായാലും അർജുൻ ആ ലോറിയിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോഴാണ് ഈ ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചപ്പോൾ അതിൻ്റെ തീവ്രത ഞാൻ പറഞ്ഞല്ലോ. അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടെയ്നറിനെ അടിച്ച് തെറിപ്പിച്ച് പുഴയെ കൊണ്ടിട്ടു. ആ ഒരു ദാബയും ആ കുടുംബത്തെയും അടക്കം അവിടെ ഒഴുക്കിൽപ്പെട്ട് അവർ മരണമടഞ്ഞു.
അവിടെ ഉണ്ടായിരുന്ന ആ രണ്ട് റോഡ്, ഹൈവേ രണ്ടായിട്ടാണല്ലോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, നടുക്ക് ഡിവൈഡർ വെച്ചിട്ട് രണ്ട് റോഡും അപ്പാടെ കനത്തിൽ പൊഴി വന്ന് വീഴുകയാണ്, മല ഇടിഞ്ഞു വന്ന് വീഴുകയാണ്. അത് ഏകദേശം 300 മീറ്ററോളം ഉണ്ട്. അർജുൻ്റെ കാര്യത്തിൽ ശുഭപ്രതീക്ഷ നൽകുന്ന പോയിന്റ്സ് എന്തെന്നാൽ, ഒന്നാമത്തത് ആ പുഴ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. പുഴയിൽ ലോറി മറിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഒരു ലോറിക്ക് നല്ല ഭാരമുണ്ട്. ഈ ലോറിയുടെ ഭാരം വരുന്നത് 8.6 ടണ്ണാണ്. കൃത്യമായി പറയുവാണെങ്കിൽ 8610 കിലോഗ്രാമാണ്. അപ്പോൾ അർജുൻ്റെ വണ്ടിയിൽ തടിയുടെ വെയിറ്റ് ഏകദേശം ഒരു 12 ടണ്ണെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി 20 ടണ്ണായി ആ ലോറിയുടെ ആകപ്പാട് ഭാരമല്ലേ. 20 ടണ്ണിനെ ആ ഒരു മണ്ണിടിച്ചിലിന് നീക്കാൻ പാടാണ്. അത് മറിഞ്ഞിട്ടില്ലെങ്കിലോ അങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിലോ അത് അവിടെ തന്നെ കാണാം. അപ്പോൾ ഈ മണ്ണിൻ്റെ അടിയിൽ ലോറി ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ ക്യാബിൻ്റെ അകത്ത് അർജുനും ഉണ്ടാകും ഒരു പക്ഷേ. ഇനി അടുത്ത പോയിന്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ്റെ ഭാര്യ പറയുന്നുണ്ട് അർജുന് 2 ഫോണുണ്ട്. ഒരു ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല, മറ്റേ ഫോണിലേക്ക് വിളിച്ചിട്ട് ആദ്യം റിങ് ആയില്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വിളിച്ചപ്പോഴേക്കും അത് റിങ് ആയെന്ന്. അങ്ങനെ റിങ് ആകണമെങ്കിൽ ഒരാൾ ഓണാക്കി നോക്കണ്ടേ, അല്ലാതെ അതെങ്ങനെ ആകാനാണ്? നമ്മൾ വിശ്വസിക്കുന്നതാണ് കേട്ടോ, നമ്മളുടെ ശുഭപ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആകാതെ എങ്ങനെ അല്ലേ അത്? അപ്പോൾ അർജുൻ അതിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കണം. അർജുൻ ആ ഒരു ഗോൾഡൻ ഹവേഴ്സ് ആയിരുന്നു, അവിടെയൊന്നും ഇവർ പരിശോധിച്ചില്ല കേട്ടോ. കർണാടക സർക്കാർ ഒരു തേങ്ങയും ചെയ്തില്ല. അതിനെപ്പറ്റി പിന്നെ നമുക്ക് സംസാരിക്കാം, ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് നമുക്ക് അറിയട്ടെ, അപ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഫോൺ ഓൺ ആക്കിയത് നമുക്ക് മറ്റൊരു ശുഭപ്രതീക്ഷയാണ്. മാത്രമല്ല ഈ ഭാരത് ബെൻസിൻ്റെ കമ്പനി പറയുന്നുണ്ട് ലോറിയുടെ ലൊക്കേഷൻ ഇവിടെ തന്നെയാണ്. അവർക്ക് ലൊക്കേഷൻ അറിയാൻ പറ്റും. റണ്ണിങ് ആണെങ്കിൽ റണ്ണിങ് സ്റ്റാറ്റസ്, അല്ലെങ്കിൽ വണ്ടി ഓഫ് ആയിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചാണ് ഓഫ് ആയത് അതിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റും. അപ്പോൾ ഈ പൊസിഷനിൽ വെച്ചിട്ടാണ് ലോറി നിലവിൽ ഓഫ് ആയിട്ടുള്ളതെന്ന് അവർ കൃത്യമായി നോക്കി പറഞ്ഞു. പുഴയിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി അർജുൻ്റെ അവസ്ഥ പറയുവാണെങ്കിൽ ഇത് വലിയ ലോറിയാണ്, നല്ല ബലമുള്ള ലോറിയാണ്, അത്യാവശ്യം വെൽ ബിൽറ്റ് ക്വാളിറ്റിയാണ്. അധികം അപകടങ്ങൾ സംഭവിച്ചിട്ട് അധികം ആൾക്കാർക്ക് പോലും മരണപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഇതൊന്നും പറ്റിയിട്ടില്ല. അത്രയും നല്ലൊരു ലോറിയാണിത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭാരം ഒറ്റയടിക്ക് അതിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ പോലും പൊളിയാത്തൊരു മേൽക്കൂരയാണ് ആ ലോറിക്ക് നിലവിലുള്ള ആ ക്യാബിൻ്റെ മേൽക്കൂര. പിന്നെ നമുക്ക് ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസിൻ്റെ അവസ്ഥയാണ്. ചിലപ്പോൾ അവിടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ AC ക്യാബിനാണ്, AC ഇട്ടാണ് ഓടിക്കുന്നത്. പക്ഷേ നിർത്തിയിട്ടിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ചില്ല് തുറന്നിടാറാണ്. നമ്മൾ വഴിയിലൊക്കെ ഇങ്ങനെ ലോറിയിലൊക്കെ കാണാമല്ലോ ഒരുപാട് ഡ്രൈവർമാരൊക്കെ വിശ്രമിക്കുന്നത്. ചില്ല് തുറന്നിട്ടാണോ ഇത് കിടക്കുന്നത് എന്നൊരു ഭയം മാത്രമാണ് നമുക്കുള്ളത്. പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല. കാരണം അങ്ങനെ ആണെങ്കിൽ ഒരു പക്ഷേ എങ്ങനെ ഫോൺ ഓൺ ആക്കാൻ പറ്റും? ഇതൊക്കെ നമ്മളുടെ ശുഭപ്രതീക്ഷയാണ് കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെ അങ്ങനെയാണെന്നല്ല. നമുക്ക് എന്താണ് വേണ്ടത്? അർജുൻ ജീവനോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, അത് മാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ പറയുന്നതാണ്, അല്ലാതെ അങ്ങനെയാണെന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങളെപ്പോലുള്ള ഒരു സാധാരണ മലയാളി ചിന്തിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കണേ ഇങ്ങനെ ആയിരിക്കണേ, ആ പയ്യൻ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെ. അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതുപോലെ തന്നെ മറ്റ് 3 പേരും മണ്ണിനടിയിലുണ്ട്, അവരെയും കൂടെ രക്ഷപ്പെടുത്താൻ പറ്റട്ടെ. ബാക്കിയുള്ളവർക്കോ ജീവൻ നഷ്ടപ്പെട്ടു, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഇനിയുള്ളവരെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിലുള്ള വെല്ലുവിളിയാണ്. നമുക്ക് ചിന്തിക്കാം ഇത് എളുപ്പമല്ലേ, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഈ 2 റോഡും നല്ല ലെങ്ത്തിൽ 300 മീറ്റർ ലെങ്ത്തിൽ കംപ്ലീറ്റ് ഇങ്ങനെ അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള സ്പോട്ടിലാണ് ലോറിയെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇത്രയും സ്പേസ് നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ട് വേണം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇത് ജസ്റ്റ് ഒരു അവസ്ഥയിലാണോ, ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന ഇടിഞ്ഞു കിടക്കുന്ന ഒരു സ്ലോപ്പാണ്. അവിടുന്ന് മണ്ണെടുത്താൽ എന്താ സംഭവിക്കുക? വീണ്ടും മണ്ണിടിഞ്ഞ് താഴത്തേക്ക് വരും. അപ്പോൾ പെട്ടെന്ന് JCB വെച്ചിട്ട് മാന്തി പൊളിക്കാൻ നമുക്ക് പറ്റത്തുമില്ല. അത് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറുകയാണ്. അതിനപ്പുറത്തേക്കുള്ള ഏറ്റവും വലിയ പണി എന്താണ്? മഴ തന്നെ. മഴ കാരണം പണി കിടക്കാൻ പാടാണ്. സത്യം പറയുവാണെങ്കിൽ വളരെ ഫ്രജൈലായിട്ട് കിടക്കുമായിരിക്കും. പെട്ടെന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇളകിപ്പോരുന്ന രീതിയിലുള്ള അവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിൽ അതും വളരെ ഡേഞ്ചറസ് ആണ്. പക്ഷേ എത്രയൊക്കെ ഡേഞ്ചറസ് ആണെന്ന് പറയുമെങ്കിൽ നമ്മൾ വിചാരിക്കും അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ നീങ്ങിയത്. അല്ല, കർണാടക സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇങ്ങോട്ട്. ഒരുത്തൻ ലോറിയായിട്ട്, ഒരുത്തനല്ല 3 ലോറി, മൊത്തം കൂടെ 2 ടാങ്കർ ലോറിയും ഈ ലോറിയാണല്ലോ. ഒരു ടാങ്കർ ലോറി വെള്ളത്തിൽ പോയല്ലേ. ഈ ലോറി അടിയിൽ കിടന്നിട്ട് പോലും ഇവരൊന്നും ചെയ്യുന്നില്ല. ഇവിടുന്ന് മുഖ്യമന്ത്രിയും മറ്റൊരുപാട് പൊളിറ്റീഷ്യൻസും ഇവരൊക്കെ ഇടപെട്ടപ്പോഴാണ് ഇവർക്ക് ചൂട് വന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, അതല്ല എൻ്റെ മനസ്സിലുള്ളത്. ഇതിൻ്റെ ഔട്ട്കം പറഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. വെയിറ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ട്. കൃത്യമായിട്ട് ഇവരുടെ വീഴ്ചകളെ പറ്റിയിട്ട് ഉറപ്പായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകാൻ പറ്റില്ല നമുക്ക്. പക്ഷെ ഇപ്പോൾ നമ്മളുടെ ലക്ഷ്യം അതൊന്നുമല്ല. നമ്മളുടെ അർജുന് എന്ത് സംഭവിച്ചു, അർജുനൊന്ന് ലൊക്കേറ്റ് ചെയ്യട്ടെ. അർജുൻ്റെ ആ ഒരു ലോറിയുടെ ക്യാബിൻ്റെ അടുത്തേക്കൊന്ന് എത്താൻ പറ്റട്ടെ, അത് മാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ഒരുപാട് പേര് പറയുന്നത്, ഇപ്പോൾ അർജുൻ്റെ കുടുംബം അടക്കം പറയുന്നത് ഇന്ത്യൻ ആർമിയെ കൊണ്ടുവരണം, ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർ വളരെ മന്ദമായിട്ടാണ് പോകുന്ന ഒരു കാര്യം ഇല്ലെന്നുള്ളതാണ്. പക്ഷേ ഇതിൽ മറ്റൊരു രക്ഷാപ്രവർത്തക ദുരന്ത നിവാരണ അതോറിറ്റിയോ എന്തോ ഒരു വിദഗ്ധം പറയുന്ന ഒരു കാര്യം കേട്ടു. അപ്പോഴാണ് എനിക്ക് ആ ഒരു ചിന്ത വന്നത്. അതായത് ഇന്ത്യൻ ആർമിയിലെ രക്ഷാപ്രവർത്തകരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും അവർക്ക് നിലവിൽ ചെയ്യാൻ പറ്റുന്നത് ഇവിടെയുള്ള മെഷീനറീസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ JCBയും ഹിറ്റാച്ചിയും മറ്റ് മണ്ണുമാന്തി യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മറ്റ് ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്? ഹിമാലയൻ റീജിയൻസിലാണ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, ഈ മേഖല, അതായത്
എപ്പോഴും ലാൻഡ് സ്ലൈഡ് നടക്കുന്ന മേഖലയാണ്. എല്ലാ വർഷവും ഇപ്പോൾ തന്നെ നമ്മൾ മണാലി കൂടെ പോകുമ്പോഴേക്കും പൊട്ടി വീണിരിക്കുന്ന കാണാം, കാശ്മീർ പൊട്ടി വീണിരിക്കുന്ന കാണാം. അതുകൊണ്ട് തന്നെ അവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് എല്ലാം അവിടെയാണ്. നമുക്കതിവിടെ വരെ ഓടിച്ചെത്താനുള്ള സമയമല്ലല്ലോ വേണ്ട, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം അല്ലേ. അപ്പോൾ ഇന്ത്യൻ ആർമിയെ പെട്ടെന്ന് കൊണ്ടുവന്നാലും ഒരു യൂണിറ്റിനെ കൊണ്ടുവന്നാലും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതേ മെഷീൻ വെച്ചിട്ടായിരിക്കും. പിന്നെ അവർക്ക് എന്തെങ്കിലും ഐഡിയാസ് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതിനൊരു യൂണിറ്റിനെ കൊണ്ടുവന്നല്ലോ, അത് ഏറ്റവും ഒരു നല്ല എന്താ പറയുക, ഇതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഇന്ത്യയിലെ തന്നെ സിൽക്കിയാര തുരങ്ക ദുരന്തത്തിലടക്കം രക്ഷാപ്രവർത്തനത്തിന് പോയി അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അത്രയും നോളജബിൾ ആയിട്ടുള്ള, ഇതിന് ഏറ്റവും സയൻറ്റിഫിക് നോളജാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അദ്ദേഹം അടക്കം എത്തിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം കേട്ടോട്ടെ, അപ്പോൾ അദ്ദേഹത്തേക്ക് ഈ ഒരു ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് ലോറിയുടെ ഉടമസ്ഥനായിട്ടുള്ള മനാഫ് പറയുകയാണ്. മനാഫിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും ഒരു ലോറിയുടെ ഉടമസ്ഥ ഒരു മുതലാളി എന്നുള്ള രീതിയിലാണ്, ഒരിക്കലുമല്ല. അതായത് നമ്മളുടെയൊക്കെ സഹോദരൻ, സ്വന്തം സഹോദരനെ പോലെ അന്ന് മുതലേ മനാഫ് ഇതിനു വേണ്ടി ഇതിൻ്റെ പുറകെയാണ് അദ്ദേഹം. മനാഫിന് ഒരു ബിഗ് സല്യൂട്ട് നേരിടുകയാണ്. അത്രയും നല്ലൊരു മനുഷ്യരുടെ ഉടമ സത്യം പറഞ്ഞൊരു മുതലാളി എന്നുള്ള രീതി കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ മനാഫൊക്കെ പറയുകയാണ് അവിടുത്തെ പോലീസിനോടും ഈ രഞ്ജിത്തിനെ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറയുമ്പോഴേക്കും അവിടുത്തെ പോലീസ് തട്ടിക്കയറുകയാണ്. ആ പോലീസ് മനാഫിനെ അടിച്ചു എന്നൊക്കെയുള്ള വാദങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ പുറത്ത് വരുന്നുണ്ട്. കർണാടക പോലീസിൻ്റെ പ്രവർത്തികളെ പറ്റിയിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. നമുക്ക് അർജുൻ്റെ കാര്യമാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥയിലാണ് അർജുനുള്ളത്. എനിക്ക് ഈ വീഡിയോയിലുള്ള ഒറ്റ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു അവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കിപ്പിക്കണം. നമ്മൾ ഇടത്ത വശത്തൂടെ പോകുകയാണെങ്കിൽ ഇടത്ത വശത്ത് ലോറി ഒതുക്കുന്നു, നമ്മൾ ആ ലോറി ഇരിക്കുന്നു, മണ്ണിടിഞ്ഞ് വരുന്നു. നമ്മളൊരു റോഡിൻ്റെ ഒരു ഭാഗത്താണല്ലോ, ആ റോഡും കവർ ചെയ്ത് അപ്പുറത്തെ റോഡും കവർ ചെയ്ത് അതിനപ്പുറത്തുള്ള പുഴയും തെറിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന വീടും തെറിപ്പിച്ച് പോവുകയാണ്. അത്രയും ശക്തിയേറിയ ഒരു മണ്ണിടിച്ചിലായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ക്യാബിൻ്റെ അകത്ത് അർജുൻ ഉണ്ടെങ്കിൽ, ആ ഒരു ലോറിക്കൊന്നും പറ്റിയിട്ടില്ല, അർജുൻ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അർജുൻ്റെ സർവൈവൽ ചാൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്താണ്, ഓക്സിജൻ ആണല്ലേ. ഓക്സിജൻ ഉണ്ടായേക്കാം, ഒരുപക്ഷെ ഇത്രയും ദിവസം 6 ദിവസത്തോളം ഒക്കെ ഉണ്ടായേക്കാം എന്നാണ് കൃത്യമായിട്ട് വിദഗ്ധ അഭിപ്രായം വരുന്നത്. നമ്മൾ പണ്ട് കടലിനടിയിൽ ഒരു എയർ പോക്കറ്റിൽ പെട്ട ഒരാളുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അദ്ദേഹം പോലും ഇതിനേക്കാളും ചെറിയൊരു എയർ പോക്കറ്റിൻ്റെ അകത്തെ ഓക്സിജൻ കൊണ്ടാണ് അദ്ദേഹം 3 ദിവസത്തോളം കണ്ട് വെള്ളത്തിനടിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അർജുന് കഴിയാൻ മാത്രമുള്ള ഓക്സിജൻ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഏറ്റവും പ്രശ്നമായി വരുന്നത് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ശ്വസിക്കാറുണ്ട്, അപകടമല്ല. പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ അതൊരു വില്ലനായി മാറിയേക്കാം ഒരു പക്ഷേ. രണ്ടാമത്തത് ഭക്ഷണവും വെള്ളമാണ്. ഭക്ഷണം അവർ ക്യാബിനിൽ കരുതാറുണ്ട്. പൊതുവെ ഡ്രൈവേഴ്സ്, ലോങ് ട്രിപ്പൊക്കെ പോകുന്ന ഡ്രൈവേഴ്സ് കരുതാറുണ്ട്. വെള്ളത്തിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞ് കേട്ടിട്ടില്ല. വെള്ളമില്ലാതെ ഒരു മനുഷ്യനെ എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും നമുക്കൊരു ഭീതി തോന്നിയേക്കാം ഒരു പക്ഷേ. അതായത് അദ്ദേഹം അതിൻ്റെ അകത്ത് സേഫാണ്, പക്ഷേ വെള്ളമില്ലാത്തതുകൊണ്ട് മാത്രം ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ദാരുണമായിരിക്കും അവസ്ഥ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ഓക്സിജൻ അതിൻ്റെ അകത്ത് സഫീഷ്യൻ്റ് ആയിട്ട് ഈ 6 ദിവസം ശ്വസിക്കാനുള്ള ഓക്സിജൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ അപകടമാവുന്ന നിരക്കിൽ കൂടാൻ പാടില്ല. നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. കോൺസെൻട്രേഷൻ കൂടിയാൽ ഇൻ ദ വേസ്റ്റ് കേസ് ഏറ്റവും അപകടമാകുന്ന ഒരു അവസ്ഥ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ മരണത്തിലേക്ക് വരെ ഇത് പോകാം. ഞാൻ ആ ഒരു വെള്ളത്തിനടിയിൽപ്പെട്ട ആളുടെ കഥ പറഞ്ഞപ്പോൾ, 3 ദിവസം വെള്ളത്തിനടിയിലുണ്ടായിരുന്നു, കടലിനടിയിൽപ്പെട്ട ഒരാളുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് കണക്കുകളൊക്കെ അതിൻ്റെ അത് സൂചിപ്പിച്ചിട്ടുണ്ടല്ലേ. ഈ 3 ഫാക്ടേഴ്സാണ് ഓക്സിജൻ, ഭക്ഷണം, വെള്ളം. ഈ 3 കവർ ചെയ്യാമെങ്കിൽ, ഈ 3 ഓക്കെ ആണെങ്കിൽ അർജുൻ അവിടെ സുരക്ഷിതമായിട്ട് തന്നെ കാണും. നമുക്ക് ഒരു ശുഭ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മടപ്പള്ളി, സൈനിങ് ഔട്ട്.